ഹായ് എവരിവൺ. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് +2 അക്കൗണ്ടൻസിയിൽ ഫസ്റ്റ് ചാപ്റ്ററാണ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററാണ്. നിങ്ങളെല്ലാവരെയും നിർഭയ ലേണിംഗ് സെൻറ്ററിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. അതുപോലെ അക്കൗണ്ട്സ് നിങ്ങൾ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ബുദ്ധിമുട്ടാണെന്നാണ് കുട്ടികൾ പറയുന്നത് കേട്ടിട്ടുള്ളത്. അക്കൗണ്ട്സ് ബുദ്ധിമുട്ടൊന്നുമല്ല, നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. പക്ഷേ ചില ട്രിക്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു ലെസണാണ്. അതിൽ നമുക്ക് പാർട്ട്ണർഷിപ്പിൻ്റെ ഡെഫിനീഷൻ എന്താണ്, അതേപോലെ തന്നെ ഫീച്ചേഴ്സ് എന്താണ്, അതിൻ്റെ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്, കണ്ടൻസ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. ആദ്യമായി പാർട്ട്ണർഷിപ്പ് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പറയുന്നുണ്ട്, രണ്ട് വ്യക്തികൾ തമ്മിൽ ഉള്ള നല്ലൊരു ബന്ധം ഉണ്ടാവുന്നത്, റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് അല്ലേ, രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിൽ നല്ലൊരു ആത്മബന്ധം, നല്ലൊരു ബന്ധം ഉണ്ടാവണം. എന്തിനാണ് ബന്ധം ഉണ്ടാകുന്നത് ചോദിച്ചാൽ, ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ബിസിനസ് അല്ലേ, അവർ തമ്മിൽ ബിസിനസ് നടത്താനും അതിൽ വരുന്ന ലാഭം ഷെയർ ചെയ്യാനും അവർ നല്ല താല്പര്യം കാണിക്കണം അല്ലേ. താല്പര്യം കാണിക്കുന്നതിന് കൂടാതെ തന്നെ അത് അഗ്രി ചെയ്യാനും അവർ തയ്യാറാവണം. ഞാൻ അഗ്രി ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ കൂടുതൽ വ്യക്തികൾ തമ്മിൽ ഉണ്ടാവുന്ന ഒരു ആത്മബന്ധത്തെയാണ് എന്ത് പറയുക, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുക. ഓക്കെ, കൂടാതെ തന്നെ ക്യാരീഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ഇപ്പോൾ ഒറ്റൊരു പ്രത്യേകതയായിട്ട് ഇതിൽ പറയുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ ബിസിനസ് എന്ത് ചെയ്യണം, എല്ലാവരുമായിട്ട് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഒരു വ്യക്തി എല്ലാവർക്കും കൂടെ ബിസിനസ്സിന് എന്ത് ചെയ്യണം, റൺ ചെയ്ത് കൊണ്ടുപോകണം. ഇതാണ് എന്ത് ഡെഫിനിഷനിലായിട്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണം. എളുപ്പമാണ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാവണം. അവർ ബിസിനസ് നടത്താനും അതേപോലെ ബിസിനസ്സിൽ ഉള്ള കാര്യങ്ങൾ, പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ, ഷെയർ ചെയ്യാനും താല്പര്യം കാണിക്കണം. അതിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുക. അതേപോലെ തന്നെ ഒന്നില്ലെങ്കിൽ ഒരു വ്യക്തി മുന്നോട്ട് കൊണ്ടുപോവുകയോ മറ്റുള്ളവർക്ക് വേണ്ടി, അല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്യുന്ന പ്രോസസ്സാണ് എന്നിവിടെ എന്ത് പറയണേ, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇത് ഈ ഒരു വ്യത്യാസമാണ് മറ്റുള്ള എല്ലാതിൽ നിന്നും പാർട്ട്ണർഷിപ്പിനെ വ്യത്യസ്തമാക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫീച്ചേഴ്സ് നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്, 2 or more പേഴ്സൺസ് അല്ലേ. പാർട്ട്ണർഷിപ്പിൽ എപ്പോഴും എത്ര പേരുണ്ടാവും, രണ്ടോ അതിലധികമോ ആൾക്കാരുണ്ടാവും അല്ലേ. മിനിമം 2 വ്യക്തികൾ എന്ത് വേണം, പാർട്ട്ണർഷിപ്പിൽ വേണം. മാക്സിമം 10 മെമ്പേഴ്സ് ബാങ്കിങ് ബിസിനസ്സിനും അതർ ബിസിനസ് ആകുമ്പോൾ 20 എന്നുകൂടെ ഇതിൽ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം തന്നെയാണ്, 2 വ്യക്തികൾ അതിൽ കൂടുതലുള്ള വ്യക്തികളുമായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് തുടങ്ങാം, പാർട്ട്ണർഷിപ്പ് തുടങ്ങാം. വെറും 2 വ്യക്തികൾ മാത്രം ഉണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ കഴിയുമോ? ഒരിക്കലുമില്ല. കൂടെ കുറേ ഫീച്ചേഴ്സ് കൂടെ വേണം. അതെന്തൊക്കെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സെക്കൻഡ് വണ്ണാണ് അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് അല്ലേ. പാർട്ട്നേഴ്സ് തമ്മിൽ എന്ത് വേണം, ഒരു അഗ്രിമെൻറ്റ് വേണം. എന്തിനാണ് അഗ്രിമെൻറ്റ് ചോദിച്ചാൽ, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല, പ്രോഫിറ്റ് ഇങ്ങനെ ഷെയർ ചെയ്യണം, ലോസ് വരുമ്പോൾ ഇന്ന തീരുമാനങ്ങൾ എടുക്കണം. ഈ അഗ്രിമെൻറ്റിൽ 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് ഓറലായിട്ടും ഇവർക്ക് തീരുമാനിക്കാം, റിട്ടേൺ ആയിട്ടും ഇവർക്ക് എന്ത് ചെയ്യാം, തീരുമാനിക്കും. റിട്ടേൺ ആയിട്ട് വരുന്ന അഗ്രിമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. പാർട്ട്നേഴ്സ് തമ്മിൽ എന്ത് വേണം, അഗ്രിമെൻറ്റ് വേണം എന്നുള്ളത്. ഓക്കെ, തേർഡ് പോയിൻ്റ് ആണ് ബിസിനസ് എന്ന് പറയുന്നത്. ബിസിനസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. കാരണം എന്താ ചോദിച്ചാൽ, 2 വ്യക്തികൾ തമ്മിൽ ചേർന്നത് കൊണ്ട് മാത്രം എന്താവില്ല, ഒരിക്കലും പാർട്ട്ണർഷിപ്പ് ആവില്ല. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ബിസിനസ് നടന്നിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവർ തമ്മിൽ ബിസിനസ് നടന്നിരിക്കണം. അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കേണ്ടത്. ബിസിനസ് നടന്നിരിക്കണം എന്നുള്ളതാണ്. പോരാത്തതിന് 2 വ്യക്തികൾ ചേർന്ന് ഒരു പ്രോപ്പർട്ടി കൈവശം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും എന്തല്ല, പാർട്ട്ണർഷിപ്പ് അല്ല. അതിന് പറയുന്ന പേരാണ് ജോയിൻറ്റ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായി എന്ത് നടന്നിരിക്കണം, ബിസിനസ് നടന്നിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഷെയറിങ് ഓഫ് പ്രോഫിറ്റ് അല്ലേ. ലാഭമായിക്കോട്ടെ നഷ്ടമായിക്കോട്ടെ മസ്റ്റ് ബി എമംഗ് ദ പാർട്ട്നേഴ്സ് ഈക്വലി അല്ലേ. അത് ഷെയർ എന്ത് ചെയ്യണം, ഷെയർ എമംഗ്
പ്രോഫിറ്റ് ഓൺ ലോസ് മസ്റ്റ് ബി ഷെയർഡ് എമംഗ് ദ പാർട്ട്നേഴ്സ് എയ്തർ ഈക്വലി ഓൺ ദ അഗ്രീഡ് റേഷ്യോ. ഒന്നില്ലെങ്കിൽ അവർ ഈക്വലി എന്ത് ചെയ്തെടുക്കണം, ലാഭവും നഷ്ടവും ഷെയർ ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവർ ഒരു റേഷ്യോ ഉണ്ടാവും, നമ്മൾ ഒരു 2:3 ഇല്ലെങ്കിൽ 3 എങ്ങനെയാണോ അവർ ജോയിൻ ചെയ്തിരിക്കുന്ന റേഷ്യോ അനുസരിച്ച് അവരെന്ത് ചെയ്യണം, പ്രോഫിറ്റ് വീതിച്ചെടുക്കണം. അടുത്ത 5ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നതാണ് നമ്മൾ ഡെഫിനേഷനിൽ പറഞ്ഞ പോലെ ബിസിനസ് ഈസ് ക്യാരീഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ. ഒന്നില്ലെങ്കിൽ അത് നമ്മൾ മൊത്തമായിട്ട് എല്ലാവരും എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകണം ഒരുമിച്ച്, ഇല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒരാൾ റൺ ചെയ്യുന്നതും ആവാം. ഇങ്ങനെ ഇത് ഡെഫിനേഷനിൽ പറഞ്ഞ പോലെയുള്ളതാണ് എത്രാമത്തെ പോയിന്റ്, 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായി 6ാമത്തെ പോയിന്റിൽ പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നതാണ്. എന്താണ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബാധ്യത എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമുക്ക് ഇഷ്ടമാവുമോ നമുക്ക് ബാധ്യത വരുന്നത്? ഒരിക്കലും അല്ലല്ലോ. ഒരിക്കലും നമുക്ക് ബാധ്യത വരുന്നത് നമുക്ക് ഇഷ്ടാവില്ല. പക്ഷേ ഈ പാർട്ട്ണർഷിപ്പിൻ്റെ അതാണ് മറ്റൊരു പ്രത്യേകത എന്ന് കൂടി നമുക്ക് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ബിസിനസ് ചെയ്തു, വലിയൊരു കടത്തിൽ പെട്ട സ്ഥിതിക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക, നമ്മുടെ അസറ്റ്സൊക്കെ നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് നോക്കും അല്ലേ. നമ്മുടെ അസറ്റ്സൊക്കെ നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ മാക്സിമം ഉള്ളതൊക്കെ നമ്മൾ സെയിൽ ചെയ്തു. പക്ഷേ ഇനിയും എന്തുണ്ട്, ബാധ്യതകളുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ പേഴ്സണലി ഉള്ള പ്രോപ്പർട്ടി ആയിക്കോട്ടെ ഇല്ലെ വീട് പറമ്പ് ആയിക്കോട്ടെ, നമ്മൾ എന്തിനു വേണ്ടി ഇറക്കണം, നമ്മുടെ ബിസിനസ്സിന് വേണ്ടി നമ്മൾ അത് വിറ്റിട്ട് നമ്മുടെ ബാധ്യത തീർക്കണം. ഓക്കെ, അപ്പോൾ അൺലിമിറ്റഡ് ലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ പാർട്ട്നേഴ്സും അവർ ഒരുമിച്ചാണ് എന്ത് ചെയ്യേണ്ടത്, അവൻ്റെ ലാഭമായിക്കോട്ടെ എത്രത്തോളം ബാധ്യതയുണ്ടോ അത് ഒരുമിച്ചാണ് അവർ അത് സെറ്റിൽ ചെയ്യേണ്ടത് എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ ഫീച്ചേഴ്സ് കഴിഞ്ഞു. ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡിലേക്ക് നമ്മൾ വരികയാണ്. എന്താ പാർട്ട്ണർഷിപ്പ് ഡീഡ്? നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ പാർട്ട്ണർഷിപ്പ് ഡീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് ദ ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് ദ അഗ്രിമെൻറ്റ് ഇൻ റൈറ്റിംഗ് എമംഗ് ദ പാർട്ട്നേഴ്സ് ഈസ് കോൾഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ് അല്ലേ. അതായത് നമ്മൾ എഴുതി തയ്യാറാക്കപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് രണ്ട് പാർട്ട്നേഴ്സിൻ്റെ ബിസിനസ് കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ളത് എഴുതി തയ്യാറാക്കപ്പെട്ട ഒരു ഡോക്യുമെൻ്റായി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത്, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയാം. ഓറലായിട്ടും പറയാം, പക്ഷെ അത് പാർട്ട്ണർഷിപ്പ് ഡീഡല്ല. പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഓറലിൽ വരാറുണ്ട്. അതുകൊണ്ട് എന്താണ്, ഓറൽ ഒരിക്കലും പാർട്ട്ണർഷിപ്പ് ഡീഡ് അംഗീകരിക്കൽ. എഴുതി തയ്യാറാക്കപ്പെട്ട പ്രമാണം എന്ന് തന്നെയാണ് പാർട്ട്ണർഷിപ്പിൽ ഉദ്ദേശിക്കുക. ഓക്കെ, അതിൻ്റെ കണ്ടൻസ് കൂടെ നമുക്ക് ഇതിലുണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. ഒന്ന് നെയിം ഓഫ് ദ ഫേം ആണ്. നമ്മുടെ എന്താണോ ഫേം ഉള്ളത് ആ ഫേമിൻ്റെ പേര് എന്ത് ചെയ്തിരിക്കണം, ഫസ്റ്റ് കൊടുത്തിരിക്കണം, ഫസ്റ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഓൾ പാർട്ട്നേഴ്സ്. എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ഫുള്ള് ഡീറ്റെയിൽസും അഡ്രസ്സും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ രേഖപ്പെടുത്തി വെക്കണം. തേർഡ് വൺ എന്ന് പറയുന്നത് നേച്ചർ ആൻഡ് പ്ലേസ് ഓഫ് ബിസിനസ് അല്ലേ. ഏത് തരത്തിലുള്ള ബിസിനസ്സാണ്, എവിടെയാണുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ വേണം, അതിൽ സൂചിപ്പിക്കണം. ഫോർത്ത് വൺ എന്നുള്ളത് പറയുന്നത് ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്. അതായത് ഇവർ തുടങ്ങിയൊരു ഡേറ്റ് ഉണ്ടാവുമല്ലോ, ആ ഡേറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അതിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കണം. അതേപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നതും നമ്മൾ ചിലപ്പോൾ 5 വർഷത്തേക്കോ ഇപ്പോൾ 4 വർഷത്തേക്കോ ഡ്യൂറേഷൻഷിപ്പ് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. ആ ഡ്യൂറേഷൻഷിപ്പ് കാലതാമസം എത്ര ഉള്ളതെന്നുള്ളത് എന്ത് വേണം, അതും അവിടെ രേഖപ്പെടുത്തി വെക്കണം. അടുത്തതായി പറയാനുള്ളത് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ ദ പാർട്ട്നേഴ്സാണ്. എന്താ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ പറഞ്ഞാൽ അവർ എത്രത്തോളം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണോ ആ കാര്യങ്ങൾ കൂടെ എന്തിൽ സൂചിപ്പിക്കണം, നമ്മുടെ കണ്ടൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ സൂചിപ്പിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ അക്കൗണ്ടൻസി ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഇത് നന്നായിരുന്ന് പഠിക്കുക. ഇത് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ തിയറീസ് നന്നായി അറിയണം. തിയറി അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാനായിട്ട് കഴിയില്ല. അപ്പോൾ നല്ലോണം എല്ലാവരും എന്ത് ചെയ്യുക, തിയറി പഠിക്കുക. റൂൾസ് അപ്ലിക്കബിൾ എന്ന ടോപ്പിക്കാണ് അടുത്തതിലേക്ക് വരുന്നത്. നിങ്ങളിത് പഠിച്ചാൽ മാത്രമേ നമുക്ക് അടുത്തതിലേക്ക് പോകാനായിട്ട് കഴിയുള്ളൂ. അപ്കമിങ് വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.